സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിൻ്റെ സമരം 15ാം ദിവസത്തിലേക്ക് ഇന്ന് കടന്നു. ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട്. ഈ ആശാ വർക്കേഴ്സിൻ്റെ സമരത്തിൽ കക്ഷി രാഷ്ട്രീയം കുത്തിയിറക്കുന്ന സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. അതല്ല, ആശാ വർക്കേഴ്സ് ക്ലേശം അനുഭവിക്കുന്ന ഒരു ജനസമൂഹമാണ്. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ രാഷ്ട്രീയത്തിനപ്പുറം കണ്ണട വെച്ച് കാര്യങ്ങൾ കാണണം എന്നാണ് സർക്കാരിനോടും പ്രതിപക്ഷത്തോടും എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഇന്ന് സമരപ്പന്തലിലെത്തും. എ ബി ജയശങ്കർ സെക്രട്ടറിയേറ്റിന് മുന്നിലെ സമരപ്പന്തലിനടുത്ത് നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ജയശങ്കർ. യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഇപ്പോൾ ഇത്രയും ദിവസമായ സ്ഥിതിക്ക് അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ നഗരത്തിൻ്റെ നടുവിൽ. ഗുഡ് മോർണിംഗ് എസ് കെ. ഈ സമരം 2 ആഴ്ച പിന്നിടുകയാണ്. പക്ഷേ അപ്പോഴും ഈ സർക്കാർ തികഞ്ഞ മൗനത്തിലാണ്. സമരക്കാരുടെ ആവശ്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. വലിയ പ്രതികൂല കാലാവസ്ഥയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇവർ ഇവിടെ സമരപ്പന്തലിലിരിക്കുന്നത്. പകൽ സമയത്ത് വലിയ ചൂടാണ്, രാത്രി അതുപോലെ വലിയ തണുപ്പും ഇവിടെ ഉണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ സമരത്തിനിടെ ചില ആളുകൾ ഉന്നയിച്ച പരാമർശത്തിൻ്റെയൊക്കെ പുറത്ത് മന്ത്രി വീണ ജോർജിൻ്റെ ഭർത്താവ് ഈ സമരക്കാർക്കെതിരെ വക്കീൽ നോട്ടീസ് ഉൾപ്പെടെ അയക്കുന്ന സംഭവങ്ങളുണ്ടായിരുന്നു. ആരോഗ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യണമെന്നൊരു നിലപാടിലാണ്. പണം കേന്ദ്രം നൽകണം, അതുകൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ വൈകുന്നതെന്നും അവർ പറയുന്നുണ്ട്. എന്തായാലും ഈ സമരവുമായി ഇവർ മുന്നോട്ട് പോവുകയാണ്. നിരവധി സ്ത്രീകളാണ് ദിവസവും ഈ സമരപ്പന്തലിൽ എത്തുന്നത്. ഈ സമരത്തിന് പ്രതിപക്ഷ സംഘടനകളുടെ ഉൾപ്പെടെ പിന്തുണ വലിയ തോതിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് കെ മുരളീധരൻ സമരപ്പന്തലിലേക്ക് എത്തും. എന്തായാലും ഈ സമരത്തിൽ കഴിഞ്ഞ 15 ദിവസമായി സജീവമായുള്ള മിനി നമ്മോടൊപ്പം ചേരുന്നു. ഇവർക്കെതിരെയാണ് കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജിൻ്റെ ഭർത്താവ് വക്കീൽ നോട്ടീസ് ഉൾപ്പെടെ അയക്കുന്ന സംഭവം ഉണ്ടായത്. ആ വക്കീൽ നോട്ടീസ് കിട്ടിയോ? കിട്ടിയില്ല. വക്കീൽ നോട്ടീസ് കിട്ടിയില്ല. ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ട് വക്കീൽ നോട്ടീസ് ഉണ്ടാകും. അല്ല, അതിന് കിട്ടിക്കഴിഞ്ഞ നിയമപരമായി തീർച്ചയായിട്ടും ആദ്യം അത് വരട്ടെ, എന്നിട്ട് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കെതിരെ സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് എടുത്തിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും മൊഴി കൊടുക്കുകയോ മറ്റ് നടപടികൾ എന്തെങ്കിലും ഉണ്ടായോ? ഇല്ല, പോലീസ് കേസ് എടുത്തിട്ടുണ്ടെന്ന് അറിയാം. നമ്മുടെ വക്കീൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 15 ദിവസമായി, പക്ഷേ ഇപ്പോഴും ആശാവഹമായി കാര്യങ്ങളൊന്നുമില്ല. ആശയില്ലാത്ത അവസ്ഥയാണ് ആശാ വർക്കർമാർക്ക്. എങ്ങനെയാണ് ഈ വരും ദിവസങ്ങളിൽ ഈ സമരം ഉണ്ടാവുക? ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡുകൾ 100% ശരിയാണ്. അത് കേവലം ആശാ വർക്കർമാർ മാത്രമല്ല, ഈ പൊതുസമൂഹവും സാധാരണ മനുഷ്യരുമെല്ലാം അത് വളരെ ശരിയാണെന്ന് ഇവിടെ അഭിപ്രായപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനി ഗവൺമെൻറ് തീരുമാനം എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളിവിടെ തന്നെ ഇരിക്കുകയാണ്. ഗവൺമെൻറ് പരിഗണിക്കുക, നൽകുക, ഞങ്ങളെ പറഞ്ഞ് വിടുക, ഫീൽഡിലേക്ക് വിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. നിങ്ങളുടെ ഈ ജോലിക്ക് വരാത്ത ആളുകളുടെ കണക്കുൾപ്പെടെ എടുക്കുന്നുവെന്ന് ഒരു വാർത്തയൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രതികാര നടപടിയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല, ഇതിനകത്ത് എന്ത് പ്രതികാരമാണ്? ഗവൺമെൻറ്റാണ് വേതനം നൽകാത്തത്. ആ വേതനം നൽകാത്ത ഗവൺമെൻറ് ഈ 24 അവർ ഗവൺമെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളോട് എങ്ങനെയാണ് പ്രതികാരം എടുക്കുന്നത്? അതുകൊണ്ട് ഞങ്ങളങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇതിനകത്ത് പ്രതികാര നടപടി എടുക്കാനൊന്നുമില്ല. അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ ആശമാർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു, അത്രമാത്രമേ ഉള്ളൂ. അതിന് ആശമാരുടെ അടുത്ത് പ്രതികാര നടപടി എടുക്കേണ്ടെന്ന് യാതൊരു സാഹചര്യവും ഈ സംസ്ഥാനത്തുണ്ടായിട്ടില്ല. അതാണ് സ്കേൻ. എന്തായാലും തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് പോരാടുന്നത്. അത് ലഭിക്കുന്നത് വരെ തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുമെന്നാണ് അവർ പറയുന്നത്. സ്കേൻ, ഈ യൂത്ത് കോൺഗ്രസ് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ചൊക്കെ പ്രഖ്യാപിച്ചിരുന്നു, ഇവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട്. പക്ഷേ ആ മാർച്ച് ഇന്ന് മാറ്റിവെച്ചിട്ടുണ്ട്. നാളെ ആയിരിക്കും ആ മാർച്ച് നടക്കുക. ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യത്തിലാണ് അത് മാറ്റിവെച്ചത്. എന്തായാലും പ്രതിപക്ഷ സംഘടനകൾ ഉൾപ്പെടെ വലിയ തോതിൽ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നു. കഴിഞ്ഞ ദിവസം ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരപ്പന്തലിലെത്തി ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. എന്തായാലും വലിയ രീതിയിൽ ഈ സ്ത്രീകളുടെ സമരം മുന്നേറുകയാണ്. ഈ അവകാശങ്ങൾ നേടുന്നവരെ ഇവിടെ തുടരുമെന്ന് തന്നെ ഇവർ ആവർത്തിക്കുന്നു. ഓക്കെ, എ വി ജയശങ്കറാണ് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലെ നടയിലെ സമരപ്പന്തൽ നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ആശാ വർക്കേഴ്സിൻ്റെ സമരം തുടരുകയാണ്.